ഹായ് ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ദീപാവലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ദീപാവലി ആശംസകളും കൂടെ ഞാൻ പറയുന്നേ. അപ്പം മധുരത്തിൽ നിന്ന് തുടങ്ങണമെന്നാണല്ലോ. ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങിക്കാൻ പോയി വന്നപ്പോഴത്തേന് അച്ഛനിതാ നല്ല ചൂട് അടപ്രഥമൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചൂടോടെ അടപ്രഥമനൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വാങ്ങിച്ചിട്ട് വന്ന കുറച്ച് കമ്പിത്തിരി പൂത്തിരി സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളൊന്ന് കത്തിച്ചും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സാമ്പിൾ എന്ന രീതിയിൽ കുറച്ച് നാളത്തേനും വെച്ചിട്ടുണ്ട്. അതായത് ദീപാവലിക്ക് കത്തിക്കാൻ വേണ്ടി കസിൻ റോയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ദീപാവലി കുറച്ച് ഗ്രാൻഡായിട്ടൊന്ന് ആഘോഷിച്ചതാണ്. നാട്ടിൽ വരുമ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു അങ്ങനെ എന്താ പറയുക, വല്ലപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമാണല്ലോ. അതുകൊണ്ട് അതങ്ങ് ആഘോഷിച്ചു. അങ്ങനെ നമ്മുടെ ദീപാവലിയുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയായിരുന്നു. ഈ ഒരു കുടച്ചക്രം മാത്രം കുറച്ച് ഡേഞ്ചറായിരുന്നു, അതൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് അകലത്തിൽ വേണമായിരുന്നു അത് മാത്രം ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അടുത്ത് പോയി നിന്നൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. കുഞ്ഞും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവന് പടക്കത്തിൻ്റെ സൗണ്ട് മാത്രം ഭയങ്കര പേടിയായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേന്ന് ഇതാ ദീപം കത്തിക്കാനുള്ള എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു. അമ്മ എല്ലാം തൂത്ത് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എണ്ണ തിരിയൊക്കെ ഇട്ടു. അച്ഛനും ഞാനും കൂടെ അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ നമ്മൾ കുറച്ച് ഇരുട്ടായിട്ട് ആണല്ലോ ദീപം കത്തിച്ചാൽ ഭംഗിയുള്ളത്. അപ്പോൾ ഒരു 7 മണിയോട് കൂടിയിട്ട് ഇതാ ദീപമൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദീപമൊക്കെ കത്തിച്ചതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെയായിരുന്നു നമ്മുടെ ദീപാവലി വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.